പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടി വരുവാൻ, ഒരിക്കൽ കൂടി ദൈവവചനത്തിൻ്റെ ചുറ്റുമിരിപ്പാൻ സ്വർഗ്ഗം നമ്മെ സഹായിച്ചതിനായി സ്തോത്രം. ജെനസിസ് ചാപ്റ്റർ 19, ഉൽപ്പത്തി പുസ്തകം 19-ാമത്തെ അധ്യായം. ഉൽപ്പത്തി പുസ്തകം 19-ാമത്തെ അധ്യായം മറ്റ് എല്ലാ അധ്യായങ്ങളെയും പോലെ 18-ന്റെ തുടർച്ചയാണ്. 18-ാം അധ്യായത്തിൽ നാം കാണുന്ന ഒരു ഇന്റർസെസറി പ്രയറിന്റെ റിസൾട്ട് കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഒരു അധ്യായമാണ് 19-ാമത്തെ അധ്യായം. അപ്പോൾ നാം 18-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ ചിന്തിച്ചു: യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തു തീർന്ന ശേഷം അവിടെ നിന്ന് പോയി. അബ്രഹാമും തന്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. അരുളി ചെയ്ത് തീരുന്നത് വരെ പരസ്പരം പിരിയാതെ നിന്ന ഒരനുഭവം. ദൈവം സംസാരിച്ച് തീരുന്നത് വരെ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന ഒരനുഭവം. ഈ ദിവസങ്ങളിൽ ആ അനുഭവം നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മളൊരു ഫോൺ കോൺവെർസേഷനെ കുറിച്ച്, ഫോൺ എറ്റിക്യൂറ്റ് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ആരാണോ ഫോൺ വിളിച്ചത് അവര് ഫോൺ വെക്കണം, എന്നിട്ട് വേണം നമ്മൾ റിസീവ് ചെയ്ത ആള് ഫോൺ കട്ട് ചെയ്യാനായിട്ട്. ഇവിടെ കോൺവെർസേഷൻ തുടങ്ങുന്നത് ദൈവമാണ്. ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രാമിനോട് മറച്ചു വെക്കുമോ എന്ന് പറഞ്ഞ് ഈ കാര്യത്തിന്റെ കോൺവെർസേഷൻ ആരംഭിക്കുന്നത് ദൈവമാണ്. അപ്പോ ദൈവം ആരംഭിച്ചിട്ട് ദൈവം അവസാനിപ്പിക്കുവാൻ ഇദ്ദേഹം വെയിറ്റ് ചെയ്യുകയാണ്. നാമും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്ന വിഷയങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, ആ കാര്യങ്ങൾ മുഴുവൻ കേട്ട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ശേഷം ഇത് നമ്മുടെ പ്രാർത്ഥന അവസാനിപ്പിക്കുവാൻ നാം ശ്രദ്ധിക്കണമെന്നുള്ളത് കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയായിരുന്നു. നമ്മുടെ ഒരു പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് 19-ാമത്തെ അധ്യായം. 19-ാമത്തെ അധ്യായത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 18-ാം അധ്യായത്തിന്റെ ഒരു തുടർച്ചയാണ്. 18-ാം അധ്യായത്തിൽ അബ്രഹാം ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വാസ്തവത്തിൽ തനിക്ക് യാതൊരു ആവശ്യമില്ല ഈ ഇന്റർസെഷന്റെ. ഇതിൽ നിൽക്കേണ്ടെന്ന് യാതൊരു കാര്യമില്ല. കാരണം ഈ ലോത്ത് അബ്രാമിനെ വിട്ട് നീരോട്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് പോയതാണ്. എന്നിട്ടും അബ്രാം ലോത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി മാത്രമാണ്, ശരിക്കും പറഞ്ഞാൽ 50 തുടങ്ങി 10 നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ വിടുവിക്കുമോ എന്ന് ചോദിച്ച് കെഞ്ചി വരുന്നത്. അവിടെ ആ ഒരു പ്രോസസ് ഓഫ് ഇന്റർസെഷനിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതായത് നമ്മൾ ഇന്റർസീഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, പ്രാർത്ഥിച്ചു, ഇനി നടന്നു, നടന്നില്ല, അങ്ങനെയല്ല. അത് നടക്കും വരെയും ഏതെല്ലാം വിധത്തിൽ ആ കാര്യത്തെ നമുക്ക് നടത്തിയെടുക്കുവാനായിട്ട് നമുക്ക് കഴിയുമോ ആ വിധത്തിലെല്ലാം എത്രമാത്രം കെഞ്ചി നമുക്ക് ദൈവത്തോട് യാചിക്കാൻ കഴിയുമോ ആ വിധത്തിൽ യാചിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്ന
ഒരു അധ്യായം കൂടെയാണിത്. എന്നാൽ അതേ സമയം തന്നെ നാം യാചിക്കുന്ന കാര്യം ദൈവഹിതപ്രകാരമുള്ളതാണ് എന്നുള്ള ഒരു കാര്യം കൂടെ നാം ഓർത്തിരിക്കണം എന്ന് അതിനോട് ചേർത്ത് ഞാനൊന്ന് പറയുക. ഇത് ദൈവഹിതപ്രകാരമുള്ള ഒരു കാര്യമാണെന്നുള്ളതിൻ്റെ ഒരു തെളിവ് 23-ാമത്തെ വാക്യത്തിലുണ്ട്. 18:23. അബ്രഹാം അടുത്ത് എന്ന് പറഞ്ഞത്, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? ദുഷ്ടനോടുകൂടെ നീതിമാനെയും സംഹരിക്കുമോ? അപ്പോ നീതിമാൻ അങ്ങനെ സംഹരിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസിൽ നിന്നുകൊണ്ടാണ് അബ്രഹാം സംസാരിക്കുന്നത്. വാസ്തവത്തിൽ ആ പട്ടണത്തിൽ ചെന്നിട്ട് 10 പേരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പട്ടണം നശിപ്പിക്കപ്പെട്ടത്. 10 ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയ സംഖ്യ. അപ്പോൾ 10 പേരെ കണ്ടെത്താൻ കഴിയാഞ്ഞത് കൊണ്ട് പട്ടണം നശിപ്പിക്കപ്പെടുകയാണ്. എന്നിട്ടും നമുക്ക് we can see the power of intercession. ആ ഇന്റർസീഡ് ചെയ്തതിന്റെ ശക്തി നമുക്ക് കാണാൻ കഴിയുന്നത് എവിടെയാണെന്ന് അറിയാമോ? 10 പേര് ഇല്ല. അബ്രഹാം പറഞ്ഞതിനനുസരിച്ച് 10 പേരില്ല. അതുകൊണ്ട് പട്ടണത്തെ മുഴുവൻ നശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കുടുംബത്തെ മാത്രം കണ്ടിട്ട് ആ കുടുംബം, അതിനകത്തെ മുഴുവൻ പേരെയും കൂടെ എണ്ണിയപ്പോൾ ആകെ 4 ഉള്ളൂ. എന്നിട്ടും ആ ഒരു കുടുംബത്തെ കൈക്ക് പിടിച്ച് പുറത്തിറക്കി റെസ്ക്യൂ ചെയ്തതിന് ശേഷമാണ് ആ പട്ടണത്തെ നശിപ്പിച്ചത്. അതായത് അബ്രഹാം ആർക്ക് വേണ്ടി ഇടിവിൽ നിന്നു, ആ വ്യക്തി ജീവിതത്തെ, ആ കുടുംബത്തെ ദൈവം സംരക്ഷിച്ചു. അബ്രഹാമിനോട് പറഞ്ഞ വാക്കിനകത്തും ആ നമ്പറിനകത്തും ഒന്നും പെട്ടില്ലെങ്കിൽ പോലും ഹല്ലേലൂയ, അബ്രഹാം ഏത് ആഗ്രഹത്തോട്, ഏത് വ്യക്തി ജീവിതത്തിന് വേണ്ടി, ആർക്ക് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഇടിവിൽ നിൽക്കുവാനായിട്ട് തയ്യാറായത്, അവർക്ക് വേണ്ടി, അവരെ രക്ഷിക്കുവാൻ ദൈവം മുൻകൈയെടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നാം ആർക്കൊക്കെ വേണ്ടി ഇടിവിൽ നിൽക്കുന്നുവോ അവരെയൊക്കെ നിത്യന്യായവിധിയിൽ നിന്ന്, തീപ്പൊയ്കയിൽ നിന്ന് വിടുവിച്ചെടുക്കുവാൻ ദൈവം ശക്തനാണ്. ദൈവം അത് ചെയ്യുമെന്ന് നമുക്ക് മനഃപൂർവമായി വിശ്വസിക്കാം. എന്നാൽ ഇറങ്ങി പുറപ്പെട്ടു പോകാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം അവർക്കുണ്ട് എന്നുള്ളത് ഓർക്കുക. ഈ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ ലോത്തിനെ അബ്രഹാം ഒരു ഫിസിക്കൽ വാർ കൊണ്ട് ശത്രുവിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചു, ഇല്ലേ? 14-ാം അധ്യായത്തിൽ ആ 4 രാജാക്കന്മാരും 5 രാജാക്കന്മാരും തമ്മിലുണ്ടായ യുദ്ധത്തിന്റെ നടുവിൽ ലോത്തിനെ പിടിച്ചുകൊണ്ടു പോയപ്പോൾ തൻ്റെ വാളും തൻ്റെ വീട്ടിനകത്തുണ്ടായിരുന്ന അഭ്യാസികളെയും ഒക്കെ ഉപയോഗിച്ച് ലോത്തിനെ ഒരിക്കൽ പൂർണ്ണമായി സംരക്ഷിച്ച് മടക്കി കൊണ്ടുവന്നതാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, അറ്റ്ലീസ്റ്റ് ആ ഒരു സമയത്തെങ്കിലും ലോത്തും കുടുംബവും സോതോമിൽ നിന്ന് താമസം മാറ്റി അബ്രഹാമിനോട് ചേർന്നിരുന്നു എങ്കിൽ. നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ ദൈവമക്കളെ. എത്രയോ പേരെ ഇതുപോലെ അവരുടെ ചില ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ഉപവസിച്ചുമൊക്കെ ഇങ്ങനെ വിടുവിപ്പാൻ ദൈവം നമുക്ക് കൃപ തന്നിട്ടുണ്ട്. കർത്താവാണ് ചെയ്യുന്നതെങ്കിലും നമ്മുടെ കരത്തെ, നമ്മുടെ മുഴങ്കാലിനെ, നമ്മുടെ കണ്ണുനീരിനെ ഒക്കെ ദൈവം അതിനകത്ത് പ്രയോജനപ്പെടുത്തി അങ്ങനെയുള്ള ജീവിതങ്ങൾ വാസ്തവമായിട്ടും ഒന്ന് യഥാർത്ഥമായ ദൈവകൃപയിലേക്ക് വിട്ടുപോരേണ്ടതിനെയൊക്കെ വിട്ട് വീണ്ടും അവിടേക്ക് മടങ്ങിപ്പോയി തുടരാതെ, ആ ജീവിതം തുടരാതെ, ഹല്ലേലൂയ, സ്തോത്രം, ഒന്നിരുന്നിരുന്നു എങ്കിൽ എന്ന്
നമുക്ക് പ്രാർത്ഥിക്കാൻ. അങ്ങനെയുള്ളവരെ ഒന്ന് ബുദ്ധി ഉപദേശിക്കപ്പെടേണ്ടതിനായി പരിശുദ്ധാത്മാവ് അവരോട് ഈ ദിവസങ്ങളിൽ വാദിച്ച് ഹാലേലൂയ ഒന്ന് മടക്കി വരുത്തേണ്ടതിനായി. ഒരുപക്ഷെ നമ്മുടെ ഭവനത്തിൽ തന്നെ കാണും, നമ്മുടെ കൂട്ടാളി ഉണ്ടാകും, നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടാകും, നമ്മുടെ സഹോദരവർഗങ്ങൾ ഉണ്ടാകും, നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാകും. അനേക പ്രാവശ്യം നാം ഇവിടെ ഇടിവിൽ നിന്ന് ഹാലേലൂയ സ്തോത്രം വിടുവിച്ചവരുണ്ടാവും. ഹാലേലൂയ നമ്മുടെ ദേശത്തുണ്ടാവും അങ്ങനെ ഉള്ളവർ നിത്യനാശത്തിൽ നിന്ന് ഹാലേലൂയ ആ ഗന്ധവും ഹല്ലേലൂയ സ്തോത്രം തീയുമൊക്കെ ഇറങ്ങി ആ ഗന്ധക തീപ്പൊയ്കയിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം വീണ്ടും അവിടേക്ക് പോയി അതേ ജീവിത രീതി തന്നെ തുടരാതെ ഹാലേലൂയ സ്തോത്രം ഒരു രൂപാന്തരം, വാസ്തവമായ ഒരു രൂപാന്തരം ഹല്ലേലൂയ അവരുടെ ജീവിതങ്ങളിൽ നടക്കേണ്ടതിനായി നമുക്ക് ഈ ദിവസങ്ങളിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ. ദൈവമേ, അവരെ ബുദ്ധി ഉപദേശിക്കണമേ. ഹല്ലേലൂയ പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ അങ്ങയുടെ ആത്മാവ് അവരോട് വാദിച്ചു കൊണ്ടിരിക്കണമേ. ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യരോട് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ലെന്ന് വചനം പറയുമ്പോഴും ഹല്ലേലൂയ സ്തോത്രം വാദിക്കുമാറാകണമേ. അവരെ ഹല്ലേലൂയ ആ ഗന്ധക തീപ്പൊയ്കയിൽ ഹല്ലേലൂയ ഇരയാകാൻ പോകുന്ന ഈ ലോകത്തിന്റെ മ്ലേച്ഛതകളിൽ തുടർന്നും ജീവിക്കാൻ അനുവദിക്കാതെ ഹല്ലേലൂയ ഹല്ലേലൂയ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ചില ഇൻസിഡൻസ്, അവരുടെ ജീവിതത്തിൽ കിട്ടിയ ചില വിടുതലുകൾ ഹല്ലേലൂയ അവരെ ആ നിത്യതയുടെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് ഹല്ലേലൂയ ചേർക്കേണ്ടുന്നവരോട് കൂടെ ചേർത്ത് നിർത്തുവാൻ, കൂട്ടായ്മ ആചരിക്കേണ്ടവരോട് കൂടെ ഹല്ലേലൂയ കൂട്ടായ്മ ആചരിക്കുവാൻ, അടിമുടി ഒരു വ്യത്യാസം വരുവാൻ, അകവും പുറവും ഒരുപോലെ ഹല്ലേലൂയ സ്തോത്രം രൂപാന്തരപ്പെടുവാൻ ഇടയാക്കുമാറാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 14 ലോത്തിനെ വാൾ കൊണ്ട് ഒരു ഫിസിക്കൽ വാറിൽ ഹല്ലേലൂയ അബ്രഹാമിന് വീണ്ടെടുത്ത് അല്ലെങ്കിൽ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ കഴിഞ്ഞു. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം ഇവിടെ ഇതാ ഒരു സ്പിരിച്വൽ വാർഫെയർ നടക്കുകയാണ്. ഇവിടെ ലോത്തിനെ റെസ്ക്യൂ ചെയ്യുവാൻ, ലോത്തിനെയും കുടുംബത്തെയും അതിനകത്ത് നിന്ന് വിടുവിച്ചെടുക്കുവാനായിട്ട് അബ്രഹാം ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ മുമ്പിൽ ആത്മാവിൽ യുദ്ധം ചെയ്യുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇതിനകത്തും അബ്രഹാം ജയിച്ചു എന്ന് തന്നെ വേണം പറയുവാനായിട്ട്. ഹല്ലേലൂയ അബ്രഹാം ജയിച്ചു. കാരണം ഹല്ലേലൂയ സ്തോത്രം ഈ പ്രാവശ്യം അവന്റെ സമ്പത്തുക്കളെല്ലാം ഒന്നും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഹല്ലേലൂയ അവനെയും കുടുംബത്തെയും ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ ദൂതന്മാർ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവന്ന ഹല്ലേലൂയ അവൻ ഓടി രക്ഷപ്പെടുന്ന ഒരു പട്ടണത്തിൽ കടക്കും വരെ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ അവന് വേണ്ടി സോദം ഗൊമോറയുടെ മേൽ ഗന്ധകവും തീയും വർഷിപ്പിക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അബ്രഹാം ഈ ഇന്റർസെഷനിലും ജയിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇതിന്റെ ഒന്നാമത്തെ റിസൾട്ട് ഹല്ലേലൂയ സ്തോത്രം ഒരു 19-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അവൻ താമസിച്ചപ്പോൾ യഹോവയോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന്റെ പുറത്ത് കൊണ്ടുപോയി ആക്കി. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. അവൻ താമസിച്ചിട്ടും ഹല്ലേലൂയ സ്തോത്രം ദൈവം അവനോട് കരുണ കാണിക്കുകയാണ്. നമുക്കറിയാം മർക്കോസിന്റെ ശേഷം 8-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെയും ഇതുപോലെ ഹല്ലേലൂയ സ്തോത്രം കൈക്ക് പിടിച്ച് ഹല്ലേലൂയ സ്തോത്രം പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു അനുഭവം നമുക്ക് അവിടെയും കാണാനായിട്ട് കഴിയുമില്ലേ? തന്റെ പരസ്യ ശുശ്രൂഷയുടെ ഹല്ലേലൂയ സമയത്ത് 23-ാമത്തെ വാക്യം, അവൻ കുരുടന്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്ത് കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ചു. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവനെ സൗഖ്യമാക്കിയിട്ട് ശേഷം 26-ാം വാക്യത്തിൽ പറയാണ്, നീ ഊരിൽ കടക്കുക പോലും അരുത് എന്ന് പറഞ്ഞ് അവനെ വീട്ടിലേക്ക് അയച്ചു. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പോൾ ഈ ഊരിനകത്തല്ല അവന്റെ വീട്, അവന്റെ വീട്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. അവന്റെ
വീട് മറ്റെവിടെയോ ആണ്, പക്ഷേ അവന്റെ കണ്ണിനെ കുരുടാക്കാൻ സാധ്യതയുള്ള ഒരു ഊരിൽ അവൻ ചെന്ന് ഹല്ലേലൂയ ഇടയ്ക്കിടയ്ക്ക് കയറിയിറങ്ങുകയാണ്. ആ ഊരിൽ ചുറ്റിക്കറങ്ങുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഈ ദിവസങ്ങളിൽ വീട് വിട്ട് ചില ഊരുകളിൽ ചുറ്റിക്കറങ്ങുന്ന ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ അബ്രാമിനോടൊപ്പം പുറപ്പെട്ട ലോത്ത് അബ്രഹാമിനോട് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഒത്തിരി ദൂരോട്ടല്ലെങ്കിലും ആ ഒരു കണക്ഷനിൽ ജീവിക്കണമായിരുന്നു. നീ ഇടത്തോട്ടെങ്കിൽ വലത്തോട്ടെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഹല്ലേലൂയ സോതോമിൽ ചെന്നപ്പോൾ സോതോമിന്റെ പാപത്തെ കണ്ടപ്പോൾ ഹല്ലേലൂയ യെഹെസ്കേൽ പ്രവചനം 16-ാം അധ്യായത്തിന്റെ 49-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ചെന്ന് ആ പാപത്തെ കണ്ടപ്പോഴെങ്കിലും ഹല്ലേലൂയ സ്തോത്രം ലോത്ത് അവിടെ അവിടെ കൂടാരം മാറ്റി 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 അടിച്ചാണ് സോതോമിനകത്ത് ചെന്ന് കയറിയതെന്ന് നിങ്ങൾക്ക് വായിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അബ്രഹാമിനെ കുറിച്ച് ഈ ലോത്തിനെ കുറിച്ച് നമുക്ക് ഹല്ലേലൂയ വായിക്കാൻ കഴിയുന്നത് വലഞ്ഞുപോയ നീതിമാനായ ഹല്ലേലൂയ ലോത്തെന്ന. നീതി അവന്റെ അകത്തുണ്ട്, പക്ഷേ എല്ലാം കണ്ടും കേട്ടും അവൻ വലഞ്ഞുപോയി. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. അങ്ങനെയുള്ള ചിലർക്ക് വേണ്ടി നമുക്ക് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഇടിവിൽ നിൽക്കാം. വായിക്കാൻ കഴിയുമോ യെഹെസ്കേൽ പ്രവചനം ഹല്ലേലൂയ 16-ാം അധ്യായത്തിന്റെ 49-ാമത്തെ വാക്യം? നിന്റെ സഹോദരിയായ സോതോമിന്റെ അകൃത്യമോ ഗർവവും തീപ്പുളപ്പും നിർഭയസൈന്യവും അവൾക്കും അവളുടെ പുത്രിമാർക്കും ഉണ്ടായിരുന്നു. എളിയവനെയും ദരിദ്രനെയും അവൾ സഹായിച്ചതുമില്ല. അപ്പോൾ 3-4 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഗർവം, തീൻപുളപ്പ്, നിർഭയസൂര്യം. ഹല്ലേലൂയ. ഒരു ഭയവുമില്ലാതെ ജീവിക്കുകയാണ്. പിന്നെ ഗർവം, അതിന്റെ രണ്ടിനെയും കൂടെ നടക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം തീൻപുളപ്പ്. എന്തോ അതിന്റെ അർത്ഥം? ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയും കൂടെ അത്. എന്ത് കഴിച്ചാലും മനുഷ്യന് തൃപ്തിയില്ല. ഇന്ന് പിസയാണെങ്കിൽ നാളെ KFC, അത് കഴിയുമ്പോ പിന്നെ എന്താ, എന്ത് കഴിച്ചാൽ, എന്ത് കഴിക്കാം, എങ്ങനെ കഴിക്കാം, ഇതാണ് മനുഷ്യന്റെ ചിന്ത. തീൻപുളപ്പ്. ആരെയും സഹായിക്കാത്ത മനോഭാവം, സ്വന്തം കാര്യം മാത്രം നോക്കുന്ന അനുഭവം. പണത്തിന്റെ മേൽ ഗർവം, വിദ്യാഭ്യാസത്തിന്റെ മേൽ ഗർവം, സമ്പത്തിന്റെ മേൽ ഗർവം, സൗന്ദര്യത്തിന്റെ മേൽ ഗർവം. ഹല്ലേലൂയ. നിർഭയ വാസമാണ്. ഹല്ലേലൂയ. ഒരു 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 ഭയവുമില്ല മനുഷ്യന്റെ ഉള്ളിൽ. ഹല്ലേലൂയ സ്തോത്രം. ഭയമില്ല. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ പാപങ്ങളെല്ലാം കാണാൻ കഴിയുന്നുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇത്തരം കാര്യങ്ങളെല്ലാം കണ്ടപ്പോഴെങ്കിലും ആ ദേശം വിടണമായിരുന്നു, ആ ഊര് വിടണമായിരുന്നു, അവന്റെ കൂടാരം ഇപ്പുറത്തോട്ട് മാറ്റിയടിക്കണമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഊരിൽ കടക്ക് പോലെ മരുതെന്നുള്ള കൽപ്പന പ്രാപിച്ച ചിലതൊക്കെ കാഴ്ച പ്രാപിച്ച് വീട്ടിലേക്ക് മടങ്ങി വരുവാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഇന്റർസീഡ് ചെയ്യാം. ഹല്ലേലൂയ. ഈ അബ്രഹാം ഇന്റർസീഡ് ചെയ്തത് നിമിത്തമുണ്ടായ മറ്റൊരു റിസൾട്ട് ഹല്ലേലൂയ നമുക്ക് 17-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയും. 19:17. 17-ാം വാക്യത്തിൽ ഹല്ലേലൂയ സ്തോത്രം. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം വായിക്കാമോ? അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോവുക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തിൽ നിന്ന് നിൽക്കുകയുമരുത്, നിനക്ക് നാശം ഭവിക്കാതിരിക്കുവാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോവുക എന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഫിസിക്കലായിട്ട് ദൈവം ചെന്ന് നിന്ന് അബ്രഹാം ആർക്ക് വേണ്ടി ഇടിവിൽ നിന്നോ ആ വ്യക്തികൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. നാം ഇടിവിൽ നിന്നാൽ ഇതുപോലെയുള്ള ദൈവിക സന്ദർശനങ്ങൾ ജീവിതങ്ങളുടെ മേലുണ്ടാകും. നമുക്ക് ഹല്ലേലൂയ ധൈര്യത്തോടെ ഈ ദിവസങ്ങളിൽ ഇടിവിൽ നിൽക്കാം ദൈവമക്കളെ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. അവരോട് പറയുകയാണ്, എസ്കേപ്പ് ഫോർ യുവർ ലൈഫ്.
നിങ്ങളുടെ ജീവന് വേണ്ടി, ജീവരക്ഷയ്ക്കായിട്ട് ഓടണം, എസ്കേപ്പ് ചെയ്യണം, രക്ഷപ്പെടണം. ഹല്ലേലൂയ. എസ്കേപ്പ് ഫോർ യുവർ ലൈഫ്. ഞാൻ ഇനി പറയുന്ന വാക്യങ്ങൾ ഒന്ന് എടുത്തു വായിച്ചാൽ നന്നായിരിക്കും. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ. എബ്രായ ലേഖനത്തിനകത്ത് ഹല്ലേലൂയ പല പല ചോദ്യങ്ങൾ പറയുന്നതിനകത്തുള്ള ഒരു ചോദ്യം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. എസ്കേപ്പ് ഫോർ യുവർ ലൈഫ്, നിങ്ങളുടെ ജീവന്റെ രക്ഷയ്ക്കായിട്ട് ഹല്ലേലൂയ ഒന്ന് ഒന്ന് ഓടിപ്പോയേ. ഹല്ലേലൂയ, അതാണ് ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ. ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഹല്ലേലൂയ നാം ആർക്കൊക്കെ വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നോ അവർക്ക് ലഭ്യമാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. വായിക്കാം. രണ്ടാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ. എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ആമേൻ. ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റിയൊഴിയും? ഹല്ലേലൂയ, സ്തോത്രം. ഇത് നാം ആർക്കൊക്കെ വേണ്ടി ഈ ദിവസങ്ങളിൽ ഇടിവിൽ നിൽക്കുന്നോ, ആരുടെയൊക്കെ ആത്മാക്കളുടെ ജീവരക്ഷയ്ക്കായി നാം ഇടിവിൽ നിൽക്കുന്നോ അവരുടെ ആത്മാവിന്റെ കാതുകളിലൊന്ന് മുഴങ്ങുവാൻ ഹല്ലേലൂയ സ്വർഗമിടയാക്കുമാറാകട്ടെ. ഹല്ലേലൂയ, അതവരുടെ ഉള്ളിൽ മുഴങ്ങിയിട്ട് ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോകുന്ന അനുഭവം ഉണ്ടാകാതെ ജീവരക്ഷയ്ക്കായി ഓടുവാനുള്ള ഒരു കൃപ, ഹല്ലേലൂയ, സ്തോത്രം. ഈ നിത്യനാശത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുവാനായിട്ടുള്ള ഹല്ലേലൂയ ഒരു കൃപ ദൈവം അവർക്ക് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത ഒരു ഇൻസ്ട്രക്ഷൻ എന്താണ്? ഹല്ലേലൂയ, പുറകോട്ട് നോക്കരുത്. ലുക്ക് നോട്ട് ബിഹൈൻഡ്, പേ നോ അറ്റൻഷൻ. ഹല്ലേലൂയ, സ്തോത്രം. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ഹല്ലേലൂയ. ആരെങ്കിലും വചനം ശ്രദ്ധിക്കുന്നവർ ഹല്ലേലൂയ എടുത്തു വായിക്കുമാറാകണമേ. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 18-19 വാക്യങ്ങൾ. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ആമേൻ. ലുക്ക് നോട്ട് ബിഹൈൻഡ് എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട. forget your past. ഹല്ലേലൂയ, pay no attention. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞതിനെ, പുറകിലുള്ളതിനെ ഹല്ലേലൂയ, സ്തോത്രം, അതിന് ഒരു അറ്റൻഷനും കൊടുക്കണ്ടെന്നാ പറയുന്നത്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പോസ്തലൻ പറയുകയാണ്, അല്ലെ, ഞാൻ പിടിച്ചെന്ന് നിരൂപിക്കുന്നില്ലെന്ന്. ഹല്ലേലൂയ. അപ്പോസ്തലൻ പറയുന്നു ഞാൻ പിടിച്ചെന്ന് നിരൂപിക്കുന്നില്ലെങ്കിൽ ഹല്ലേലൂയ നമ്മൾ എന്ത് പറയണം? ഹല്ലേലൂയ, സ്തോത്രം. അദ്ദേഹം പറയുകയാണ്, ഞാന് പിമ്പിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞും കൊണ്ട് പരമവിളിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ലുക്ക് നോട്ട് ബിഹൈൻഡ്, പിമ്പിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കല്ലേ. ഹല്ലേലൂയ, പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഹല്ലേലൂയ, സ്തോത്രം, ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ ഒരു പുതുണായി ഹല്ലേലൂയ, സ്തോത്രം, 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 നിന്നു പോകാൻ സാധ്യതയുണ്ട്. പുറകിലുള്ളത്, കഴിഞ്ഞു പോയത് ഹല്ലേലൂയ നമ്മെ പുറകോട്ട് വലിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. സോ forget your past. ഹല്ലേലൂയ,
Hallelujah. സ്തോത്രം സ്തോത്രം സ്തോത്രം. Hallelujah. Forget the former things. മുമ്പുള്ള കാര്യങ്ങളെ ഓർക്കണ്ട, പിമ്പിലുള്ള കാര്യങ്ങളെ ഓർക്കണ്ട. Hallelujah. അതിനെ മറന്നിട്ട് മുമ്പിലെ കാഞ്ഞും കൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ Hallelujah ഒന്ന് ഓടാം ദൈവമക്കളെ. Hallelujah. സ്തോത്രം So escape for your life. Genesis chapter 19 verse 17 ആണ്. Hallelujah. 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 ഒരു പവർഫുൾ ഇന്റർസെഷന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. എസ്കേപ്പ് ഫ്രം യുവർ ലൈഫ്. ഹല്ലേലൂയ. ലുക്ക് നോട്ട് ബിഹൈൻഡ്. പുറകോട്ട് നോക്കരുത്. പേ നോ അറ്റൻഷൻ ടു യുവർ പാസ്റ്റ്. ഹല്ലേലൂയ. അടുത്തത് പറയുകയാണ്, ഡു നോട്ട് സ്റ്റേ ഇൻ ദ പ്ലെയിൻ. ഹല്ലേലൂയ. സ്തോത്രം. ഈ പ്രദേശത്തെങ്ങും നിൽക്കരുത്. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, കുരുടനായ മനുഷ്യൻ മാർക്ക് ചാപ്റ്റർ 8 verse 23 നമ്മൾ ഓർത്തതുപോലെ ഹല്ലേലൂയ സ്തോത്രം, കുരുടനായ മനുഷ്യൻ ഹല്ലേലൂയ അവനോട് പറയുകയാണ് ഹല്ലേലൂയ സ്തോത്രം, അവനെ ഊരിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, സൗഖ്യമാക്കിയ ശേഷം ഊരിൽ കടക്കരുത്, വീട്ടിൽ പോണം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പ്രദേശത്തെങ്ങും നിൽക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 1-ാം സങ്കീർത്തനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം ഹല്ലേലൂയ ഹല്ലേലൂയ നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ഹല്ലേലൂയ. ചിലയിടങ്ങളിൽ നടന്നാൽ നാം നിന്നു പോകാൻ സാധ്യതയുണ്ട്, അവിടെ നിന്നാൽ നാം ഇരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആദ്യം തന്നെ പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. ആലോചന കിട്ടുമ്പോൾ അത് ദുഷ്ടന്റേതാണെന്ന് കണ്ടാൽ അപ്പോൾ തന്നെ ഓടിപ്പോയിക്കൊള്ളണം, അവിടെ എങ്ങും നിൽക്കരുത്, ആ ആലോചനയിൽ നിൽക്കരുത്. ഹല്ലേലൂയ സ്തോത്രം. ആലോചനയിൽ നിന്നാൽ നാം പാപികളുടെ വഴിയിൽ, ആലോചനയിൽ നടന്നാൽ നാം പാപികളുടെ വഴിയിൽ എത്തപ്പെടും, അവിടെ നടക്കേണ്ടി വരും, നാം പാപികളുടെ വഴിയിൽ എത്തപ്പെടും. ഹല്ലേലൂയ. ദുഷ്ടന്റെ ആലോചന നമ്മെ പാപിയുടെ വഴിയിൽ എത്തിക്കും. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്. ഹല്ലേലൂയ. നാം ദുഷ്ടന്റെ ആലോചന പ്രകാരം നടന്ന് ദുഷ്ടന്റെ ആലോചന പ്രകാരം നടന്ന് പാപികളുടെ വഴിയിൽ ഹല്ലേലൂയ നിന്നാൽ പരിഹാസിയുടെ ഇരിപ്പിടം നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്, അതിൽ നമ്മെ അവർ പിടിച്ചിരുത്തി കളയും. Hallelujah. Hallelujah. So run, run, run. Hallelujah. Hallelujah. ഈ സ്ഥലത്തെങ്ങും do not stay in the plain. Hallelujah. ഇതൊരു നിരപ്പ് ഭൂമിയാണെന്നോർത്ത് ഹല്ലേലൂയ സ്തോത്രം, ഈ പ്രദേശത്തെങ്ങും നീ നിൽക്കരുത്. ഹല്ലേലൂയ. ഊരിൽ കടക്കരുത്, ഊരുമായി ബന്ധപ്പെടരുത്. നിന്റെ കാഴ്ചയെ നഷ്ടപ്പെടുത്തിയ ഹല്ലേലൂയ ഊരിൽ നീ കടക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എത്ര ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ആണ് ലഭിക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അടുത്ത ഇൻസ്ട്രക്ഷൻ എന്താണ്? റൺ ടു ദ മൗണ്ടൻ. റൺ ടു ദ മൗണ്ടൻ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. പർവ്വതത്തിലേക്ക് ഓടിപ്പോകുക, പർവ്വതത്തിലേക്ക് ഓടി രക്ഷപ്പെടാൻ പറയുകയാണ്. 121-ാം സങ്കീർത്തനത്തിൽ ഹല്ലേലൂയ നമുക്ക് വായിക്കാൻ കഴിയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയിങ്കൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ സ്തോത്രം. പർവ്വതത്തിലേക്ക് എനിക്ക് സഹായം വരുന്ന ഒരു പർവ്വതമുണ്ട് കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. അവിടേക്ക് ഈ ദിവസങ്ങളിൽ സങ്കീർത്തനക്കാരൻ കണ്ണാണ് ഉയർത്തിയതെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ അവിടേക്ക് ഹല്ലേലൂയ ഓടിക്കൊണ്ട് എന്ന് എത്തിക്കാം ദൈവമക്കളെ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം, സമഭൂമിയിൽ എങ്ങും നിന്ന് ഹല്ലേലൂയ സ്തോത്രം നഷ്ടപ്പെട്ടു പോകാതെ ഹല്ലേലൂയ പർവ്വതത്തിലേക്ക് കയറാം, ഉയരത്തിലേക്ക് കയറാം. ദൈവ പ്രത്യക്ഷത നടക്കുന്ന ഇടത്തേക്ക് നമുക്ക് ഹല്ലേലൂയ കയറാം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ശിഷ്യന്മാർ പലരുമുണ്ട്, അവരെല്ലാവരും ഹല്ലേലൂയ മലയ്ക്ക് താഴെ നിൽക്കുമ്പോൾ മറുരൂപ മലയുടെ മുകളിലേക്ക് യേശു 3 പേരെയും വിളിച്ചുകൊണ്ട് ഹല്ലേലൂയ കയറി. അവർ മാത്രം കണ്ട ഹല്ലേലൂയ സ്തോത്രം
സ്തോത്രം സ്തോത്രം സ്തോത്രം. മലയുടെ മുകളിൽ ഇരിക്കുമ്പോൾ അവർ മാത്രം കണ്ട ചില കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ ചിലത് കാണുന്ന ഇടത്തേക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമ്മളെ ഹല്ലേലൂയ നമ്മുടെ ആ ട്രാൻസ്ഫിഗറേഷൻ ഹല്ലേലൂയ പ്ലേസിലേക്ക് നമ്മളെ ഹല്ലേലൂയ സ്തോത്രം രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ ഇനി നാം ഇവിടെ ഇരിക്കുന്നത് നല്ലതെന്ന് പറയുന്ന വിധത്തിലുള്ള ആ പ്രാർത്ഥനയുടെ മലയിലേക്ക് നമുക്ക് കയറാം ദൈവമക്കളെ. ആ മലയിലേക്ക് നമുക്ക് കയറാം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഈ ദിവസങ്ങളിൽ ഓടിച്ചു കയറ്റുന്ന ചില ഹല്ലേലൂയ ഹല്ലേലൂയ പർവ്വത സമാനമായ എക്സ്പീരിയൻസസ് ഉണ്ട് കേട്ടോ. ആ മൗണ്ടൻ ടോപ്പ് എക്സ്പീരിയൻസസ് ഉണ്ട്. മൗണ്ടൻ ടോപ്പ് എക്സ്പീരിയൻസസ് ഉണ്ട്. അതിലേക്ക് ഓടിക്കയറാം. അതിലേക്ക് ഓടിക്കയറാം. നമുക്ക് ഈ ദിവസങ്ങളിൽ അതിലേക്ക് ഓടിക്കയറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ആ പർവ്വതത്തിൽ കയറിയാലുള്ള പ്രത്യേകത എന്താണെന്ന് അറിയാമോ? എന്റെ സഹായം ഹല്ലേലൂയ അവിടെയുണ്ട്. ഹല്ലേലൂയ. ഞാൻ അവിടെയാണെങ്കിൽ എന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. കാരണം ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. അവൻ മയക്കമില്ലാതെ ഉറക്കമില്ലാതെ ഉള്ള അവന്റെ പരിപാലനം അനുഭവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. യഹോവ വലത്തുഭാഗത്തിന്റെ തണൽ 121 സങ്കീർത്തനം. ഹല്ലേലൂയ. ആ മൗണ്ടൻ ടോപ്പ് എക്സ്പീരിയൻസ് കേട്ടോ. ഹല്ലേലൂയ. ദൈവം വലത്തു ഭാഗത്ത് തണലായി നിൽക്കുന്ന അവന്റെ തണലിലായിരിക്കുന്ന ആ മൗണ്ടൻ ടോപ്പ് എക്സ്പീരിയൻസിലേക്ക് ഹല്ലേലൂയ നമുക്ക് കടന്നു പോകാം. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും ബാധിക്കാത്ത ഒരു അനുഭവം, ഒരു ദോഷവും തട്ടാതെ വണ്ണം ദൈവം നമ്മെ പരിപാലിക്കുന്ന അനുഭവം. The Lord shall preserve thee from all evil and he shall preserve thy soul. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഈ ദിവസങ്ങളിൽ ആർക്കൊക്കെ വേണ്ടി ഇടിവിൽ നിൽക്കുന്നു, ഹല്ലേലൂയ, അവരിങ്ങനെ പ്രിസർവ്ഡ് ആയിരിക്കുന്ന ഈ പർവ്വതത്തിലേക്കൊന്ന് ഓടിക്കയറാൻ അവർക്കൊരു ഇൻസ്ട്രക്ഷൻ ലഭിക്കുമ്പോൾ ഓടിപ്പോകാനുള്ള ഒരു കൃപ. ഹല്ലേലൂയ. യഹോവ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെ ആഗമനത്തെ ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും. അയ്യോ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഇങ്ങനെയുള്ള ഒരു പർവ്വതത്തിലേക്ക് ഓടിക്കയറി പോകാനായിട്ടായിരുന്നു ഇൻസ്ട്രക്ഷൻ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടെ ഒന്ന് വായിച്ചേ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 7 and 8. അതുപോലെ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം കൂടെ വായിക്കണം. ഹല്ലേലൂയ സ്തോത്രം. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. ഇവിടെ പറയുകയാണ്, ക്രിസ്തു നിമിത്തം ഞാൻ സകലതും ഛേദമെന്നെണ്ണുകയാണ്. സകലതും ഛേദമെന്നെണ്ണുക. എബ്രായ ലേഖനം 2-ന്റെ 1 കൂടെ വായിച്ചേ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ആമേൻ. നമുക്കും നമ്മൾ ഇന്റർസീഡ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമല്ല ഈ ഇൻസ്ട്രക്ഷൻ കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഈ ഇൻസ്ട്രക്ഷൻ, എസ്കേപ്പ് ഫോർ യുവർ ലൈഫ്, ലുക്ക് നോട്ട് ബിഹൈൻഡ്, ഡു നോട്ട് സ്റ്റേ ഇൻ ദ പ്ലെയിൻ, റൺ ടു ദ മൗണ്ടൻ. ഹല്ലേലൂയ സ്തോത്രം. ഈ കാര്യങ്ങൾ ഹല്ലേലൂയ നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടത് നീ കേട്ടതൊക്കെ അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ഹല്ലേലൂയ സ്തോത്രം. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലതും ഛേദമെന്നെണ്ണുകയാണ്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം.
ഇങ്ങനെയുള്ള ഒരു അനുഭവം നാം ആർക്കൊക്കെ വേണ്ടി ഇടിവിൽ നിൽക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ഓർത്തു നോക്കിക്കേ. പക്ഷേ ഈ മനുഷ്യൻ പറയുകയാണ്, ഹല്ലേലൂയ, 19:18 ജെനിസിസ് ചാപ്റ്റർ 19:18 പറയുക, അങ്ങനെയല്ല കർത്താവേ, അങ്ങനെയല്ല കർത്താവേ. ഹല്ലേലൂയ. ഇങ്ങനെ കുറെ പേര് നമ്മുടെ നടുവിലുണ്ട്. കർത്താവ് ചിലത് പറയുമ്പം അങ്ങനെയല്ല കർത്താവേ, പിന്നെ എങ്ങനെയാ? ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയല്ലെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നിൽക്കുകയല്ല, തമ്പുരാൻ പറയുന്നത് അതുപോലെ അനുസരിപ്പാനുള്ള ഒരു കൃപ. അങ്ങനെയല്ല കർത്താവേ എന്ന് പറഞ്ഞ് ഓടിപ്പോയവൻ സോവാറിലേക്ക് പോയി. ഈ വേറൊരു കാര്യം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. പവർ ഓഫ് ഇന്റർസെഷൻ. ഈ മനുഷ്യൻ ചെന്ന് കയറിയ ആ പട്ടണത്തെ ദൈവം, ഇതിനോട് ചേർന്ന് കിടന്ന സ്ഥലമാ. ഹല്ലേലൂയ, സ്തോത്രം. ആ പട്ടണത്തെ ദൈവം ഈ മനുഷ്യൻ ചെന്ന് കയറി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് സംരക്ഷിച്ചു. നാം നിമിത്തം പല പട്ടണങ്ങളും സംരക്ഷിക്കപ്പെടുന്നുണ്ട്, നമ്മുടെ പ്രസൻസ് നിമിത്തം. പക്ഷെ അവിടെ നീതിയോടെ ജീവിക്കണം. ഈ അങ്ങനെയല്ല കർത്താവേ എന്ന് പറഞ്ഞ് സ്വന്തം ഇഷ്ടത്തിന് പോയ ഈ വ്യക്തിയുടെ ജീവിതം അവസാനിപ്പിക്കുന്നത്, ആ അധ്യായത്തിൽ അവസാനിക്കുന്നത് വളരെ പരിതാപകരമായിട്ടാണ്. ഇസ്രായേൽ മക്കൾക്ക് എതിരെ നിൽക്കുന്ന രണ്ട് ജാതികളുടെ ജന്മം, മോവാബ്യരുടെയും അമോന്യരുടെയും ജന്മം നടക്കുകയാണ്. ഈ സമയത്തെങ്കിലും അബ്രഹാമിന്റെ അടുത്തേക്ക് ഓടി വന്നിരുന്നു എങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നു. ആ സോവാറിൽ നിന്ന് വീണ്ടും പോയി പർവ്വതത്തിൽ ഒരു ഗുഹയ്ക്കകത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്നതിന് പകരം, സഹോദര, തെറ്റുപറ്റിപ്പോയി, അബദ്ധം സംഭവിച്ചു പോയി എന്ന് പറഞ്ഞ് അബ്രഹാമിന്റെ കൂടാരത്തിലേക്ക് മടങ്ങി വരാമായിരുന്നു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇങ്ങനെയുള്ള ഹല്ലേലൂയ, സ്തോത്രം, അവസ്ഥകൾ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ജീവിതത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ, പൂർണ്ണമായി ഒരു മാനസാന്തരത്തിലേക്ക്, ഒരു രൂപാന്തരത്തിലേക്ക്, ഹല്ലേലൂയ, സ്തോത്രം, വരുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം. ദൈവഹിതത്തിനെതിരായ ജാതികളെ ജനിപ്പിക്കാതെ ഹല്ലേലൂയ, പകരം ഹല്ലേലൂയ, സ്തോത്രം, ദൈവമക്കളോട് ചേർന്ന് പിന്നെയും ഒറ്റപ്പെട്ട് ചില ഗുഹയ്ക്കകത്ത് കയറി ഒറ്റപ്പെട്ട് ജീവിക്കാനല്ല, ദൈവമക്കളോട് ചേരുവാനുള്ള ഒരു കൃപ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നാം ചിലർക്കൊക്കെ വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്നുണ്ട്. പിന്മാറിപ്പോയ ചിലർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ യഥാർത്ഥ മാനസാന്തരം, അവരുടെ യഥാർത്ഥമായ ഒരു മടങ്ങിവരവ് ഈ ദിവസങ്ങളിൽ ഉണ്ടാകുവാൻ ദൈവമിടയാക്കുമാറാകട്ടെ എന്ന് ഹല്ലേലൂയ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.